കാരണം യുദ്ധവും ക്ഷാമവും ക്ലേശങ്ങളൊക്കെ വരാൻ പോകുകയാണ്. ഒരു പ്രവചനമാണ്. പ്രവചനം നടന്നേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം നടന്നേ പറ്റത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മളിത് പ്രസംഗിക്കുമ്പോൾ കൺഫേം ചെയ്യാം. പ്രവചനം ഇന്ന് ഉറപ്പായി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുവാണ്. നിനക്ക് ദാണ്ട് ശത്രുക്കൾ മുഴുവൻ 1000 വർഷമായി ജനവാസമില്ലാതെ നടക്കുന്നു. ഉറസുകൾ പോലും വലുതായിട്ട് പോകാറില്ല. യുദ്ധവും ക്ഷാമവും ക്ലേശങ്ങളൊക്കെ വരാൻ പോകുകയാണ്. നിനക്ക് സകനവും കഷ്ടതയും ഉണ്ടാകുന്ന സമയത്ത് നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുമ്പോഴാണ് നിനക്ക് ബോധ്യം വരുന്നത് ജീവിക്കുന്ന ദൈവം നിനക്കുണ്ടെന്ന്. എനിക്ക് യഥാർത്ഥത്തിൽ ദൈവമുണ്ടെന്ന് ഉറച്ച ബോധ്യം വന്നത്, ശരിയായ ബോധ്യം വന്നത് എപ്പോഴാണെന്നറിയോ? ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ പലരും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ പറഞ്ഞ ഡേറ്റ് എല്ലാം കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇത് നടക്കാത്തത്? ഉടനെ അദ്ദേഹം പറയും, സിസ്റ്റർ പ്രാർത്ഥിക്കാഞ്ഞത് കാരണമാണ്. സിസ്റ്റർ പ്രാർത്ഥിക്കണം. അപ്പോൾ അത് കൊള്ളാം. പ്രവചനം നടന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തത് കാരണമാണ്. പ്രവചനം നടന്നാൽ നിങ്ങളുടെ ക്വാളിറ്റിയാണ് എന്നാക്കും. അപ്പോൾ ഈ ഒരു മൈൻഡ് സാധാരണ ജനങ്ങളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഈ മെസ്സേജ് ഉള്ളവർ കൂടിയിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടെ കൊടുക്കണം. നീ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രം ഓർത്തുകൊള്ളുക, പറഞ്ഞ സമയത്ത് ഇത് നടക്കും. അതേസമയം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് ഇത് ഒറ്റ പോയിട്ട് ഇത് പോയി വിഗ്രഹത്തെ ആരാധിക്കും, ഇത് പോയി നേർച്ചാഴ്ചകളിൽ പങ്കെടുക്കും, ഇത് വിരോധമുള്ളവരടുത്ത് വിരോധം കാണിക്കും, തെറി വിളിക്കേണ്ടവരെ തെറി വിളിക്കും. ഇങ്ങനെ ഇത് ലൗകികമായി ജീവിക്കുകയും ചെയ്യും. പ്രവചനം മേടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. കർത്താവ് പ്രവചനം തരുന്നതിന് തന്നെ ഒരു ഉദ്ദേശമുണ്ട്. എന്ത് ഉദ്ദേശമാണെന്നറിയോ? നീ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. എന്നിട്ട് പ്രവചനം കേട്ടിട്ട് തിരിച്ചറിയാതെ ഒരൊറ്റ പോക്കാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, അവിടെയാണ് ദുരന്തങ്ങൾ നമുക്ക് വരുന്നത്. സ്വാഭാവികമായി രോഗങ്ങൾ കടന്നു വരാം. എല്ലാവർക്കും പനി വരുമ്പോൾ നിങ്ങൾക്കും പനി വന്നേക്കാം. ടാബ്ലറ്റ്സ് കഴിക്കും, സ്റ്റേജിൽ വന്ന് കയറും, 2 മണിക്കൂർ പ്രസംഗിക്കും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ചൂട് കയറും, പനി കൂടും, ഓടിപ്പോകും, വീണ്ടും അടുത്ത ടാബ്ലറ്റ്സ് കഴിക്കും. അങ്ങനെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ആ സമയത്ത് പനിയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ തലക്കൈ വെച്ചപ്പോൾ അവരുടെ പനി മാറി, എൻ്റെ മാറിയില്ല. ഹല്ലേലൂയ. അതാ അതിലെ രസം എന്ന് പറയുന്നത്. പനിയായിട്ട് വന്നവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മാറി. കാരണം കർത്താവിൻ്റെ വത്സല സ്നേഹം ജനങ്ങളോട് ഭയങ്കരമാ. ഞങ്ങളോടുള്ളത് കർക്കശമായ സ്നേഹമാണ്. രണ്ടും 2 തലമാണ്. ഞങ്ങളെ ദൈവം പഠിപ്പിക്കും, ഞങ്ങൾക്ക് ദൈവം ട്രെയിനിങ് തരും. സ്തോത്ര. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്നത് കേട്ടോളുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളുക. രണ്ടാമത്, ശാപം മൂലം വരുന്ന തകർച്ചകളും കഷ്ടതകളും രോഗങ്ങളും ദുരന്തങ്ങളും ഉണ്ട്. ശാപം മൂലമാണ്. പാപം മൂലം വരുത്ത, പാപത്തിൽ നിന്നാണ് ശാപം ഉണ്ടാകുന്നത്. അങ്ങനെ വരുത്തുന്നതുണ്ട്. മൂന്നാമത്തെ ഒരു സെക്ഷൻ, ബന്ധനം മൂലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപമോചനം ചെയ്തിട്ടും നിങ്ങൾ ധ്യാനം കൂടിയിട്ടും എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്തിട്ടും കുടുംബം ഉയരുന്നില്ല, കുടുംബം നശിച്ചു കിടക്കുക, കുടുംബം നാരാഗുണമായി കിടക്കുക, ഒരു ഉയർച്ചയുമില്ല, ഒരു വിടുതലുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ബന്ധനം കുടുംബത്തിലുണ്ട്. ബന്ധിച്ചിട്ടിരിക്കുക, കെട്ടിയിട്ടിരിക്കുവാണ്. ഉയരാനാവാത്ത വിധത്തിൽ നിന്നെ ബന്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 തലങ്ങളിലാണ് ഇത് വരുന്നത്. ഒന്ന് സ്വാഭാവികമായിട്ട് വരുന്നത്, സ്വാഭാവികമായി തന്നെ നശിക്കും. സ്വാഭാവികമായി വരുന്നത് സ്വാഭാവികമായി തന്നെ അത് തീരും. നിങ്ങൾ നേരെ രോഗം വന്നാൽ രോഗം ആശുപത്രി പോയാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായ രോഗങ്ങളും കഷ്ടതകളുമാണ് വചനപ്രഘോഷകർക്ക് വരുന്നത്. അത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. എന്നാൽ പാപം മൂലവും ബന്ധനം മൂലവും വരുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മാറത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ, നിനക്ക് സഹനം വന്നാൽ നിരന്തരം നീ പ്രാർത്ഥിക്കണം. സഹനം വന്നാൽ നിരന്തരം പ്രാർത്ഥിക്കാതെ ദൈവ പൈതലെ നിനക്ക് വിടുതലില്ല. ഇനിയുള്ള കാലത്ത് ഈ റബ്ബറൊന്നും കൊണ്ട് നടല്ലേ പ്രിയപ്പെട്ടവരെ. ഞാൻ ഉള്ള കാര്യം പറയാം. അല്ല, കപ്പയോ മരച്ചീനിയോ ഒക്കെ കൊണ്ട് നടാൻ നോക്ക്. കാരണം യുദ്ധവും ക്ഷാമവും ക്ലേശങ്ങളൊക്കെ വരാൻ പോകുകയാണ്. വല്ലവും ഞം അടിക്കണോ? ഈ റബ്ബറിൻ്റെ പാല് കുടിച്ചാൽ തിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് വല്ല കപ്പയാക്കണം ഇട്. പറ്റിയ ദരിദ്രർക്കും കൂടെ ഇല്ലേ, കപ്പ അടിച്ച് 2-3 ദിവസമൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കും, പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും കപ്പ അടിക്കും. ഈ റബ്ബർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ശരി,
സങ്കീർത്തനം 32 വായിക്കാം. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. ഉണ്ടോ? ആപത്ത് വരുമ്പോൾ ആരോട് പ്രാർത്ഥിക്കണം? ആരോട്? മനുഷ്യരോടോ ദൈവത്തോടോ? ആപത്ത് വരുമ്പോൾ ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോടാണ് ആപത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ ഇവിടെ നേർച്ച കാഴ്ചയായിട്ടും. ഞാൻ ഇത് നേരത്തെ ഈ വിശുദ്ധന്മാരെയൊന്നും കുറ്റം പറയുന്നയോ മാതാവിനെ കുറ്റം പറയുന്നയോ അല്ല. മാതാവിനെയോ വിശുദ്ധന്മാരെയോ കുറ്റം പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഞാൻ കുറ്റം പറയുന്നത് മാതാവിനെയോ വിശുദ്ധരെയോ അല്ല, നിങ്ങളെയാണ് പറയുന്നത്. നിങ്ങൾ ഈ യേശുവിനെയും കളഞ്ഞിട്ട് ഈ വിശുദ്ധരുടെ പുറകെ പോകുന്നത് അത് റൈറ്റാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക, അത് ശരിയാണോ? ബൈബിൾ എന്താ പറയുന്നത്? യേശുവിനെ കളഞ്ഞിട്ട് വിശുദ്ധരുടെ കൂടെ പോകാനാണോ പറഞ്ഞത്? അത് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ആരോട് പ്രാർത്ഥിക്കാനാണ് ബൈബിൾ പറയുന്നത്? ബൈബിളിൻ്റെ പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഏതെടുത്താലും ആരോട് പ്രാർത്ഥിക്കാൻ പറയുക? ദൈവത്തോടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. മാതാവ് ദൈവമാണോ അതോ മനുഷ്യരാണ്? മനുഷ്യ കുലത്തിൽ വരുന്നതാണോ? ആരുടെ ദൈവമാണോ മനുഷ്യകുലത്തിൽ വരുന്നതാണോ? ദൈവമാണെന്ന് പറയുന്ന ഒരേ ഒരു വർഗ്ഗമേ ഉള്ളൂ. ഇല്ലേ, തൃശ്ശൂർ ഒരു വയലിൻ്റെ അകത്തൊരു സംഭവം ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ സ്ഥലപ്പേരത്ത് മുരിയാട്. ആ സാധനങ്ങൾ മാത്രം വിവരമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതുങ്ങളെങ്ങ് വിടുക, അതുങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ പറയുക, ഇത് വളരെ ശ്രദ്ധിക്കുക, മാതാവ് മനുഷ്യകുലത്തിൽ പറഞ്ഞതാണ്, യേശു ദൈവവുമാണ്. അപ്പോൾ മനുഷ്യരോടാണോ നമ്മൾ ആശ്രയം വെക്കേണ്ടത്? ദൈവത്തോട് ആശ്രയം വെക്കണോ? ദൈവത്തോടാണ് ആശ്രയം വെക്കേണ്ടത്. അതിനർത്ഥം മാതാവിനെ തള്ളിക്കളയാനാണോ? മാതാവിനെ കുറ്റം പറയാനാണോ? മാതാവിനെ കുറിച്ച് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും കോരിത്തരിക്കണം. കാരണം യേശുക്രിസ്തുവിനെ 10 മാസം ചുമന്ന വചനത്തെ ചുമന്ന ശരീരമാണത്. അത് ദൈവത്തെ ചുമന്ന ശരീരമാണ്. അതിനോടടുത്ത് ആരും വരത്തില്ല. ഒരു അപ്പോസ്റ്റലും വരത്തില്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പാസ്റ്ററും വരത്തില്ല, ഒരു സുവിശേഷകനും വരത്തില്ല, ഒരു പ്രവാചകനും വരത്തില്ല. അവർക്ക് അവരുടേതായ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ രക്ഷ കിട്ടേണ്ടത് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? യേശുവിൽ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടേണ്ടത്. അതേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. രക്ഷ യേശുവിൽ നിന്ന്. അതുകൊണ്ട് മാതാവിൻ്റെ സത്തതയ്ക്കോ മാതാവിൻ്റെ ക്വാളിറ്റിക്കോ മാതാവിൻ്റെതായ പ്രസൻസിനോ യാതൊരു കളങ്കവും അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നില്ല. മറിച്ച് രക്ഷ മുഴുവൻ, പ്രാർത്ഥന മുഴുവൻ ആരോടായിരിക്കണം? യേശുവിനോടായിരിക്കണം. ഇപ്പം മാതാവ് എന്ന് പറയുമ്പോൾ അതിന് താഴോട്ടുള്ള ഒരുപാട് പേരുണ്ട്. കുന്തം കയ്യിലുള്ള ആളുണ്ട്, കുതിരയുള്ള ആളുണ്ട്. ഇന്നാൾ പറയുന്നിട്ട് ബാഹുബലിയാണെന്ന് പറയുന്നിട്ട് ഇപ്പം ഇതൊക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേര് ഇനി എടുത്തു പറഞ്ഞ് ഇനി ഒന്നാമതേ എനിക്ക് തലയിപ്പാടാം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ സൂചന തരും. കുതിര ഉണ്ടാവും, കുന്തം ഉണ്ടാവും, ബാഹുബലിയല്ല. ക്ലൂ ആണ്. ഇതിൻ്റെയൊക്കെ പുറകെ എന്ത് നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം നിൽക്കില്ലയോ? ബോധം വേണ്ട നിങ്ങൾക്ക്, ഒരു വിവരം വേണ്ടേ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭം? മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടും? എന്ത് മേന്മയാണ് നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടുന്നത്? ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. ദൈവം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഓർത്തുകൊള്ളുക, ഏത് വിശുദ്ധൻ അനുകൂലമായാലും പ്രയോജനമില്ല. ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഏത് വിശുദ്ധനോ വിശുദ്ധയോ അനുകൂലമായാലും പ്രയോജനമില്ല. അതെപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിശുദ്ധനോ മാതാവോ നമുക്ക് അനുകൂലമാണോ? എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണോ? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവം അനുകൂലമാണെന്ന് തോന്നിയാൽ രക്ഷപ്പെട്ടു. പിന്നെ മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. ഈ ദൈവത്തോട് നിങ്ങൾ ശക്തമായി ദൈവവേദന നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം ഉണ്ടെന്ന് നിനക്ക് വെളിപ്പെടണമെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവം, നീ സ്നേഹിക്കുന്ന നിൻ്റെ ദൈവം അത് ഉണ്ടെന്ന് നിനക്ക് ബോധ്യം പറയണമെങ്കിൽ നിനക്ക് സഹനം ഉണ്ടാകണം. നിനക്ക് സഹനവും കഷ്ടതയും ഉണ്ടാകുന്ന സമയത്ത് നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുമ്പോഴാണ് നിനക്ക് ബോധ്യം വരുന്നത്, ജീവിക്കുന്ന ദൈവം നിനക്കുണ്ടെന്ന്. എനിക്ക് യഥാർത്ഥത്തിൽ ദൈവമുണ്ടെന്ന് ഉറച്ച ബോധ്യം വന്നത്, ശരിയായ ബോധ്യം വന്നത് എപ്പോഴാണെന്നറിയോ? എൻ്റെ കാലയിൽ പാമ്പ് കുത്തിയ സമയത്താണ്. അതുവരെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ദൈവം യഥാർത്ഥ ദൈവമാണോ അതോ യഹൂദന്മാരുടെ പ്ലാനിങ്ങിലൂടെ വന്നതാണോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ എന്നെ പാമ്പ് കൊത്തി ഞാൻ മരിക്കാൻ സമയമായപ്പോൾ ഞാൻ വചനം പറഞ്ഞു, സർപ്പങ്ങളെ കയ്യിലെടുത്താൽ അത് ഏൽക്കുകയില്ല, മരണകരമായത് കുടിച്ചാൽ ഏൽക്കയില്ല. അത് കൂട്ടിച്ചേർത്ത വചനമെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, മാർക്കോസ് 16:16 കൂട്ടിച്ചേർത്തതാണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും കൂട്ടിച്ചേർത്തതെന്ന് ഞാൻ ഒരിക്കലും പ്രസംഗിക്കത്തില്ല. കാരണം ഞാൻ അതാ ചൊല്ലിയത്.
ആ പാമ്പ് കടിച്ച് മരിക്കാറാവുന്ന സമയത്ത് ഞാൻ വഴിയിൽ വെച്ച് ആരുമില്ല, തല കറങ്ങി തറയിൽ വീഴാൻ പോവാം, ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ ഫീലിംഗായി, ശരീരം മൊത്തം ചൂട് കയറി, കണ്ണിൻ്റെ കാഴ്ചകൾ പകുതിയോളം നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഞാൻ മാർക്കോസ് 16:16 ചൊല്ലിയത്. അത് പലരും പറയുന്ന കൂട്ടിച്ചേർക്കപ്പെട്ടത് അത് ദൈവത്തിൻ്റെ വചനമല്ലെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ജീവിക്കുന്ന സാക്ഷിയാണ്, അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതുമാണ്. എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷം താഴേക്ക് ഇറങ്ങി, എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടി, എൻ്റെ ശരീരം നോർമലായി, എൻ്റെ ശരീരം ലെവലായി, മരുന്നില്ലാതെ ഞാൻ ജീവിക്കാനിടയായി. 7 ദിവസം വായിൽ കയ്പായിരുന്നു. കയ്പ് ഞാൻ തുപ്പി നടന്നു, ഭയങ്കര കയ്പ്. 7 ദിവസം തലകറങ്ങി ഞാൻ നടന്നു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, ബൈക്ക് ഓട്ടിക്കാൻ പറ്റത്തില്ല, കാരണം തലകറക്കുക. അപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ശുഭ്രതരെ, അന്ന് ഞാൻ പാമ്പ് കൊത്തിയതിൻ്റെ പിറ്റേന്ന് പുനലൂർ നരിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൊരു വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്നപ്പോൾ ആ പ്രാർത്ഥന ഹാളിൽ ഇരുന്ന സകലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, ഈ ശുഭബ്രദർ മദ്യപിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. കാരണം കറക്റ്റ് മദ്യപിച്ചവരുടെ കണക്കാവും പാമ്പ് കൊത്തി കഴിഞ്ഞാൽ. മദ്യപിച്ചിട്ടാണ് അവർ പരസ്പരം ചെവിയിൽ ചോദിക്കാൻ. കാരണം ഞാൻ വചനം പറയുന്നതെല്ലാം നാവ് കുഴഞ്ഞാണ് വചനം പറയുന്നത്. അപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞു, എന്നെ ഇന്നലെ പാമ്പ് കടിച്ചോ, ഞാൻ ഒരു മരുന്നും വൈദ്യൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു പാമ്പ് കടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. വിഷമില്ല, കാരണം കുരുമുളക് തന്നപ്പോൾ എരിയുന്ന എനിക്ക്. കാരണം എങ്ങനെ? ദൈവം എന്നെ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ ഹീല് ചെയ്തതാണ്. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് 7 ദിവസം ഛർദ്ദിക്കാൻ വരുക, 7 ദിവസം വായി കയ്പാ, എൻ്റെ ഉമ്മിനീരെല്ലാം കയ്പാണ്, കാഞ്ഞിരം പോലെ കയ്പാണ്. അങ്ങനെ 7 ദിവസം തലയിറങ്ങി നടന്നു. 8ാമത്തെ ദിവസം ഒരിടത്ത് നൈറ്റ് വിജിലുണ്ടായിരുന്നു. നൈറ്റ് വിജിലിൽ വെച്ച് മുട്ടുമേ നിന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ തലയിറക്കവും ഈ കയ്പ് വായിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു. അന്ന് ആ നൈറ്റ് വിജിലാണ് തലയിറക്കവും കയ്പും മാറിയത്. പിറ്റേന്ന് പാമ്പ് കൊത്തിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ തള്ളവിരലിൽ ഞാൻ ആ കൊത്തിയ ഭാഗത്ത് ഞെക്കിയപ്പോൾ ദ്രാവകം പുറത്തേക്ക് വന്നു. എന്തോ 3 പാടുണ്ടായിരുന്നു. 3 വി പോലത്തെ 3 പാടാണ്. വി ഇങ്ങനെ ത്രികോണം പോലിരിക്കുന്ന 3 മൊട്ടുസൂചി കൊണ്ട് കുത്തുന്ന 3 പാട് ഞാൻ വ്യക്തമായും കണ്ടു. അതിൽ നിന്ന് ദ്രാവകം പുറത്തു വന്നു. അപ്പോൾ ഇതിലുള്ള തെളിവെന്താണ്? എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ അന്നാ ഞാൻ മനസ്സിലാക്കിയത് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. അന്ന് ഞാൻ കരങ്ങൾ ഉയർത്ത് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് ജീവിക്കുന്ന ദൈവം, അങ്ങയുടെ ബൈബിൾ ജീവനുള്ളതുമാണ്, അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്, ബൈബിൾ എത്ര സത്യമാണ്. അന്നാണ് എൻ്റെ അനുഭവം. അപ്പൊ നമുക്കൊരു അനുഭവം വന്നപ്പോഴാണ് നമുക്ക് ശക്തമായി യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാനിടയായത്. ആ അനുഭവമാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. അല്ലാതെ ഒരാളുടെ ബ്രെയിൻ വാഷിംഗ് അല്ല, ഒരാളുടെ പ്രബോധനമല്ല. ദൈവം നേരിട്ട് സമീപിച്ചതാണ്, നേരിട്ട് ദൈവം ഇടപെട്ടതാണ് ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇപ്പൊ ക്രിസ്തു മതം തന്നെ കുറെ ഗ്രൂപ്പുകളെ നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനിയായി എന്ന് വിചാരിച്ചോളുക, ക്രിസ്ത്യാനിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്ന യഹൂദന്മാരെ മൊത്തം കൊല്ലണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല, നിങ്ങൾ പിശാചിൻ്റെ സന്തതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജർമ്മനിലെ യഹൂദന്മാരെ കൊന്ന ഒരൊറ്റ രാജാവ് ഉൾപ്പെടെ ഉള്ള പട്ടാളക്കാർ ഒരൊറ്റ ഒരെണ്ണത്തെയും അവരൊന്നും നല്ല വിശുദ്ധരായി പ്രഖ്യാപിക്കുകയോ അവരൊന്നും നല്ല ഹിറ്റ്ലറിനെ പോലുള്ളവരെ ഒന്നും നല്ല ലെവലിൽ ക്രിസ്തീയ സഭ കാണാഞ്ഞത് അത് കാരണമാണ്. കാരണം മനുഷ്യനെ കൊല്ലുന്നവർ ആരും ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കൊല്ലുന്നവൻ നരകാഗ്നിയിൽപ്പെട്ടിരിക്കും. അപ്പം ക്രിസ്ത്യാനികൾക്ക് ആരെ കൊല്ലുവാൻ അനുവാദമില്ല. ക്രിസ്ത്യാനി കൊല്ലുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല. ക്രിസ്തു പഠിപ്പിക്കാൻ ദൈവം പറയുന്നത് കൊല്ലുന്ന വ്യക്തികളാണെങ്കിൽ അവർ പിശാചിൻ്റെതാണ്, കൊല്ലുന്നവർ പിശാചിൻ്റെതാണ്. യേശു ക്രിസ്തു പറയുക, പിശാച് ആദ്യം മുതലേ കൊലയാളിയാണ്. യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം 44ാമത്തെ വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലേ, കൊല്ലുന്നവൻ അവൻ പിശാചാണ്. പിശാചിൽ നിന്നുള്ളവനാണ് കൊല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ളവർ മറ്റുള്ളവർക്ക് നിത്യജീവൻ നൽകണം, മറ്റുള്ളവർ ജീവിക്കണം, മറ്റുള്ളവർ ഉയരണം എന്നേ ആഗ്രഹിക്കത്തുള്ളൂ. മറ്റുള്ളവരെ നശിപ്പിച്ചാൽ എൻ്റെ പള്ള വീർക്കണം, മറ്റുള്ളവരെ കൊന്നിട്ടായാലും ശരി ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് പിശാച് മാത്രമാണ്. അത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക.
അപ്പൊ ഒരു ക്രിസ്തീയ മതമോ ഏത് മതമോ ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ കൊന്നിട്ട് ഞങ്ങൾ മാത്രം കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ പൈശാചികമാണത്. അതിൻ്റെ അകത്ത് ദൈവത്തെ നിങ്ങൾ കാണരുത്. അതിൻ്റെ അകത്ത് ദൈവം ഉണ്ടെന്ന് പോലും നിങ്ങൾ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. അതെന്താണ് വിശ്വസിക്കരുത്? തമ്പുരാനാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, കൊല്ലുന്നവൻ പിശാച് ആദ്യം മുതലേ കൊലയാളിയാണ്. അവ കൊല്ലുന്ന കാര്യത്തിൽ സന്തോഷിക്കുന്നവനാണ്. മനുഷ്യനെ കൊല്ലുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നവനാണ്. ബൈബിൾ പറയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കുക. മനുഷ്യനെ കൊല്ലുന്നതും മനുഷ്യനെ ഉപദ്രവം ചെയ്യാനും മനുഷ്യരെ നശിപ്പിക്കാനും 24 മണിക്കൂറും ഗൂഢാലോചന ചെയ്യുന്ന ഒരു കുടുംബമാണോ? അയൽക്കാരനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണോ? അയൽക്കാരൻ തകരണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബമാണോ? മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടായാലും എൻ്റെ ഓഹരി എനിക്ക് കരസ്ഥമാക്കണം, പെങ്ങളെ ഇല്ലാതാക്കിയിട്ടായാലും ശരി അവളുടെ സ്വത്ത് എനിക്ക് കരസ്ഥമാക്കണം, ആങ്ങളെ നശിപ്പിച്ചിട്ടായാലും ശരി അവൻ്റെ സ്വത്ത് എനിക്ക് കരസ്ഥമാക്കണം. അങ്ങനെ ഗൂഢാലോചന നടത്തി കൂടപ്പിറപ്പുകൾ നശിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ബൈബിൾ നിന്നെ കുറിച്ച് പറയുന്നു, നീ ദുഷ്ടതയാ പ്രവർത്തിക്കുന്ന വ്യക്തിയാ, നീ ദുഷ്ടനാണ്, നീച ഹൃദയമുള്ളവനാണ്. ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. നീ കമ്മിറ്റി മെമ്പറും പള്ളിയിലെ ട്രസ്റ്റിയുമായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നീ നീചനും വക്രബുദ്ധിക്കാരനും ദുഷ്ടനുമാണ്. ശ്രദ്ധിക്കണമേ. അതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ നമ്മളെ ഉൾപ്പെടെ ദൈവം പറയാ എന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം പള്ളി കമ്മിറ്റിക്കാരെയോ ട്രസ്റ്റി അല്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഏതെങ്കിലും സഭയുടെ ദൈവവേല ചെയ്യുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്നാ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. കാരണം നിന്റെ ഹൃദയം പരിശോധിക്കും ദൈവം. ആരാധന ജനം വരാനിരിക്കുന്ന രാജ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് യേശുവിന് ഓശാന പാടുമ്പോൾ അവർ തെറ്റായ സ്തുതിപ്പാണ് അവിടെ നടത്തുന്നത്. ദൈവിക പദ്ധതിയുടെ വ്യവസ്ഥ വെച്ചുള്ള സ്തുതിപ്പല്ല. കാരണം ദൈവിക പദ്ധതി എന്താണ്? പിന്നെ പെസഹ കുഞ്ഞാടായി യേശു മരണം പ്രാപിച്ച് സാത്താന്റെ സകല ശക്തിയും ഇല്ലാതാക്കി ജനങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ദൈവിക പദ്ധതി. എന്നിട്ട് ദൈവം ഈ ലോകത്ത് തന്നെ ഒരു ദൈവരാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ലോകം മുഴുവനിലും അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വയ്യ, പക്ഷെ ഇതിൻ്റെ അകത്തൊരു ആത്മീയ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ആത്മീയ രാജ്യം. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നവർ ആത്മീയ രാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും ആത്മീയ രാജ്യങ്ങൾ ഇങ്ങനെ നിരന്നു നിൽപ്പുണ്ട്. മനുഷ്യൻ അതിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യേശുവാകുന്ന കുഞ്ഞാട് അറക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇവർ അർത്ഥമറിയാതെ ദൈവത്തിന് ഓശാന പാടുകയാണ്. ഇന്നത്തെ ദിവസം യേശുവിന് എന്തിനു വേണ്ടിയിട്ടാണ് ഓശാന പാടിയത്, എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ശിഷ്യർക്കറിയത്തില്ലായിരുന്നു. ശിഷ്യർ പോലും പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് ഗ്രഹിച്ചത്. ജനം അറിയാതെ അവരെന്തിനാണ് പാടിയതെന്നറിയാതെ അവർ പാടിയതാണ്. ഒരു പ്രവചനമാണ് സക്കറിയായുടെ പുസ്തകത്തിലെ. ആ പ്രവചനം നടന്നേ പറ്റത്തുള്ളൂ, അല്ലേ? സക്കറിയ പുസ്തകത്തിലെ പ്രവചനമാണത്. ഇങ്ങനെ ഒരു കാര്യം നടന്നേ പറ്റത്തുള്ളൂ എന്നുള്ളത് സക്കറിയ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതായത് 9:9 സക്കറിയ പ്രവചനത്തിൽ പറയുന്നത്. 9:9 ഇങ്ങനെ സംഭവിച്ചേ പറ്റത്തുള്ളൂ ഇന്നത്തെ ദിവസം. അത് ജനം അർത്ഥം അറിയാതെയോ അറിഞ്ഞോ എങ്ങനെയായാലും ഇന്നിങ്ങനെ സംഭവിക്കും. അത് സക്കറിയയുടെ പ്രവചനം പൂർത്തിയാവാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് സക്കറിയയുടെ പ്രവചനം? സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. സിയോണും ജെറുസലേമും. സിയോൺ എന്ന് പറയുന്നത് ദാവീദിന്റെ നഗരത്തെയും ജെറുസലേം എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള യഹൂദന്മാരുടെ നഗരത്തെയാണ് പറയുന്നത്. മറ്റേത് ദാവീദിൻ്റെ കൊട്ടാരമൊക്കെ സിയോൺ മലയിലാണ്. അതേസമയം ജെറുസലേം നിൽക്കുന്നത് മോറിയ മലയിലാണ്. 2 മലകൾ അപ്പുറം ഇപ്പുറം നിൽക്കുക, വടക്കും തെക്കുമായിട്ട് നിൽക്കുന്നത് 2 മലകളാണ്. അതായത് മോറിയ മലയുടെ വടക്ക് വശത്തോട്ട് മാറിയിട്ടാണ് സിയോൺ മല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിയോണും പിന്നെ ജെറുസലേമുമായിട്ട് രണ്ടാമത് എടുത്തു പറയുന്നത്. വായിച്ചുകൊള്ളുക. ഇപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണം. സിയോൺ എന്ന് കേൾക്കുമ്പോൾ ദാവീദിന്റെ വീടും കുടുംബവും ഒക്കെ നിൽക്കുന്നത് സിയോണിലാണ്. ഇതാ നിന്റെ രാജാവ്. അപ്പൊ സിയോണും പിന്നെ ഒന്നുകൂടെ വായിച്ചോളുക. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക,
ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനിതനാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ അടുക്കിലേക്ക് കഴുതക്കുട്ടികളുടെ പുറത്ത് കയറി വരിക. എന്തിനു വരുന്നു? എത്രയും താഴ്മ എടുക്കാമോ അത്രയും താഴ്മ എടുക്കാൻ വേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രവചനം നടത്തി. പക്ഷേ ഈ സക്രിയാവ് പ്രവചനം നടന്നിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നില്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ യേശു മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ പ്രാവശ്യമേ ഓശാന ജെറുസലേമിൽ നടന്നിട്ടുള്ളത് യേശുവിൻ്റെ കാലത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ 30 വർഷം കഴിഞ്ഞ ഉടനെ പള്ളി പൊളിയുവാണ്. പിന്നീട് അവിടെ ഒരു ഓശാന നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളിത് പ്രസംഗിക്കുമ്പോൾ കൺഫേം ചെയ്യാം, സക്രിയ പ്രവചന യേശുവിൽ പൂർത്തിയായി. ഹല്ലേലൂയ. കാരണം ജെറുസലേമിലേക്കാണ് ഇത് വരേണ്ടത്. പിന്നീട് അവിടെ ഇങ്ങനൊരു ഓശാന പിന്നെ അവിടെ നടന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സക്രിയയുടെ പ്രവചനം ഇന്ന് ഉറപ്പായി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുവാണ് യേശു ക്രിസ്തു വന്നത്. പക്ഷെ ഓർക്കണമേ, അവർ റോമ നഗരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അവർ പാടിയത്. ശ്രദ്ധിക്കണം. എന്നാൽ സ്വർഗത്തിൽ രക്തസാക്ഷികൾ പാടുന്നത് അങ്ങനല്ല, അറിഞ്ഞാണ് പാടുന്നത്. രക്ഷ യേശുവിലും ദൈവത്തിലും മാത്രമേ ഉള്ളൂ. ആ പാട്ടാണ് സ്വർഗത്തിൽ പാടുന്നത്. അവരറിഞ്ഞ്, ഭൂമിയിൽ അർത്ഥമറിയാതെ പാടിയപ്പോൾ സ്വർഗത്തിൽ അറിഞ്ഞു പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ദൈവം ഒരുക്കുന്നത് വചനമറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കറിയാം, വചനമറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ആരാധിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ, ഇന്ന് ഞാനതാണ് ഉദ്ദേശിച്ചത്, യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ എന്ന് വെച്ചാൽ വചനം പഠിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ആ ആരാധനയ്ക്ക് ദൈവം പ്രതിഫലം നൽകും. ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് പറയാണ്, അറിഞ്ഞ് ആരാധിക്കാനായിട്ട് നാം തയ്യാറായാൽ, അറിഞ്ഞ് ആരാധിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ ആരാധിക്കുന്നത് എന്തിനാണ്, ഞാൻ വർഷിപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ദൈവവചനം അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നടന്നിരിക്കും. അവരെ അറിയാതെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ മുഖത്ത് നോക്കി പാടി. യേശു ആ പാടിയത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. യേശു പറയുന്നത് കറക്റ്റാണ്. ഇവരിത് എന്നെ വർഷിപ്പ് ചെയ്തില്ലെങ്കിൽ കല്ലുകൾ എന്നെ വർഷിപ്പ് ചെയ്യും. കാരണം സക്രിയ പ്രവചനം പൂർത്തിയായേ പറ്റത്തുള്ളൂ. ആ അർത്ഥത്തിലാണ് പറയുന്നത്. വർഷിപ്പ് ചെയ്തില്ലെങ്കിൽ കല്ലുകൾ എന്നെ ആർപ്പ് വിളിക്കും. കാരണം അയച്ചത് ഈ സൃഷ്ടി കർമ്മം നടത്തിയവനാണ്. ഇപ്പം അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആർപ്പ് വിളിച്ചിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരർത്ഥമറിയാതെ പാടി. അതുകൊണ്ട് അവർക്ക് ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അർത്ഥമറിയാതെ സ്തുതിപ്പ് നടത്തിയാൽ, അർത്ഥമറിയാതെ പാട്ടുപാടി വർഷിപ്പ് നടത്തിയാൽ ഒന്നും ലഭിക്കത്തില്ല. നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയവും നടക്കത്തില്ല. എന്നാൽ ഈ വെളിപാട് പുസ്തകത്തിൽ അവർ ചെയ്തതുപോലെ അർത്ഥമറിഞ്ഞ് വർഷിപ്പ് ചെയ്യുകയോ സ്തുതിക്കുകയോ ആരാധിക്കുകയോ പേഴ്സണൽ പ്രയറിൽ പാട്ടുപാടുകയോ എല്ലാം അർത്ഥം അറിഞ്ഞാണെങ്കിൽ, നീ ഏതെങ്കിലും ഒരു വിഷയം മനസ്സിൽ കണ്ടിട്ടാണ് വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഇന്ന് മുതൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ. ഇന്ന് മുതൽ വചനത്തിൻ്റെ വ്യവസ്ഥ വെച്ച് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ വർഷിപ്പ് ചെയ്താൽ നിങ്ങളുടെ ഈ പ്രാർത്ഥനാ വിഷയം നടന്നിരിക്കുക. അതേസമയം അർത്ഥം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ എത്തുകയില്ല. ഇത് നമ്മൾ ഒന്നും ദൈവത്തിൽ നിന്ന് ഒരു ചലനം പോലും ഉണ്ടാകുകയില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുക, അർത്ഥം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പാട്ടുപാടാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. യേശു ആരാധന. ഇപ്പം നിങ്ങൾക്ക് ഏതൊരു പാട്ടിൻ്റെ വരി മൊത്തം എടുത്ത് നോക്കണം. ആ വരി എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ നോക്കുക, ചിന്തിച്ച് നോക്കുക. നാളെ മുതൽ അങ്ങനെ ചെയ്യുക. ചിന്തിച്ച് നോക്കിയിട്ട് അർത്ഥം എല്ലാം നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. അത് വചനപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ ആ പാട്ട് കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചിട്ട് ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളൊന്ന് പാടി നോക്കി. പാടിയിട്ട്, കർത്താവ് എൻ്റെ ഈ പാട്ട് കഴിയുമ്പോൾ എൻ്റെ ഇന്ന വിഷയം ഒന്ന് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വർഷിപ്പ് ചെയ്ത് നോക്ക്. നാളെ മുതൽ ചുമ്മാ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്ക്. അത്ഭുതം നടക്കുന്നുണ്ടോ എന്നറിയാം. കാരണം ദൈവം വർഷിപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്.
അതുകൊണ്ടാണ് ഇവർ അർത്ഥം അറിയാതെ ചെയ്തിട്ട് പോലും ഇവരുടെ സ്തുതിപ്പിനെ തടയരുതെന്ന് പറഞ്ഞ് പരിസയ പ്രമുഖന്മാരോട് യേശു തർക്കിച്ചു. ഇവരെ ആരാധിക്കട്ടെ, ഇവരെ സ്തുതിക്കട്ടെന്ന് ദൈവം അവരോട് നിർബന്ധം പുലർത്തി. ഇന്നും നമുക്ക് നന്നായിട്ട് അറിയാം, ആരാധിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ആരാധിക്കാത്ത സമൂഹം, സ്തുതിപ്പില്ലാത്ത സമൂഹമാണ് തകർന്ന് 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 തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ആരാധനയുള്ള സമൂഹം ഉയർന്നു വരിക, ആരാധനയുള്ള സമൂഹം അനുഗ്രഹം പ്രാപിക്കുക, അവരാണ് ശക്തി പ്രാപിക്കുന്നത്. ആരാധനയില്ലാത്തവൻ എത്ര ഉയർന്നാലും അവൻ തറയിൽ വീഴും. പ്രൈസ് ദി ലോർഡ്. ആരാധനയില്ലയോ, നീ ഉയർന്നാലും ശരി, നീ എത്ര ഉയർന്നാലും നിന്റെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞെട്ടും. യോ, എന്തൊരു ഉയർച്ചയായിപ്പോയി, ഭയങ്കരമായിപ്പോയി, എങ്ങനെ കടന്നവനാ, ഇപ്പൊ ഭയങ്കര ഉയർച്ചയിലെത്തി. പക്ഷെ നിനക്ക് ആരാധനയില്ലാത്ത, നിന്നിൽ പാഷാണ്ഡതയുള്ളത് കാരണം, ഏതെങ്കിലും ഒരുത്തൻ ദൈവത്തിനെതിരെ തിന്മ പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നീ നിൽക്കുന്നത് കാരണം നീ എത്ര ഉയർന്നാലും വലിച്ചു വാഴി നിന്നെ താഴെ അടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേസമയം ദൈവത്തിന്റെ കൂടെ നിൽക്കുക, ദൈവത്തിന്റെ വചനത്തിന്റെ കൂടെ നിൽക്കുക. ദൈവത്തിന്റെ വചനത്തിനെതിരെയോ ദൈവത്തിനെതിരെയോ ഒരുവൻ പറഞ്ഞാൽ അവന്റെ കൂടെ നിൽക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ക്വാളിറ്റിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ ആരാധന ദൈവം സ്വീകരിക്കും. അതേസമയം ദൈവത്തിനെ പഴി പറയുന്നവന്റെ കൂടെ നിന്ന് ദൈവത്തെ ചീത്ത വിളിക്കുന്നവന്റെ കൂടെ നിൽക്കുകയും എന്നിട്ട് നീ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നിന്റെ ആരാധന സ്വീകരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര ലെവലിൽ നമ്മൾ ഉയർന്നോ അത്രയും ലെവലിൽ നമ്മൾ താഴെ പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സ്തുതിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. ഈ ഓശാനയിലെ സ്തുതിപ്പിൽ കാണാൻ സാധിച്ചത്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ പുരുഷാരങ്ങൾ കുരുത്തോലകളും ഈന്തപ്പനകളും എല്ലാം വെട്ടിക്കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ചു. യേശു അതിലൂടെയാണ്, യേശുവിൻ്റെ കാൽപാദമല്ല, കഴുതക്കുട്ടിയുടെ കാൽപാദമാണ് അവരുടെ വസ്ത്രത്തിലൂടെ നടന്നുപോയത്. ഇതെല്ലാം സംഭവിച്ചെങ്കിൽ 33 കൊല്ലം കഴിഞ്ഞപ്പോൾ തീത്തോസ് കയറി ഈ കുട്ടികളെ, ഇതിൽ പലരും അന്ന് ജീവനോടുണ്ട്, അവരെ തന്നെയല്ലേ വാളിനിരയാക്കിയത്. അവരുടെ മുമ്പിൽ വെച്ച് യേശു കരയുന്നുണ്ട് ജെറുസലേമിനെ നോക്കി. ഓ, നിന്നെ ഞാൻ എത്ര, ഇന്നെങ്കിലും നീ ഒന്ന് മാനസാന്തരപ്പെടാൻ ജെറുസലേമിനെ നോക്കി പറയുന്നു. നിനക്ക് ദാണ്ട് ശത്രുക്കൾ മുഴുവൻ, ദൈവം അവിടെ നിന്ന് നോക്കുമ്പോൾ കാണോ ഇങ്ങനെ ഈ ജെറുസലേം വാളിന് ചുറ്റും റോമൻ സൈന്യം ഇങ്ങനെ കൂടാരമടിച്ച് സൈന്യത്തിന്റെ വ്യൂഹം യേശു ദർശനത്തിൽ കണ്ടിട്ട് പറയാ, ജെറുസലേമേ ശത്രുത നിനക്ക് ചുറ്റും പാളയമടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോഴും ഇതിൽ നിൽക്കുന്ന കൊച്ചുകുട്ടി, അവക്ക് ഇപ്പോൾ ഇതിൽ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ശത്രു പാളയൊടിക്കുമ്പോൾ അവക്ക് 40-45 വയസ്സ്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ പ്രവചനം കേട്ടവൾ വാളിനിരയാകേണ്ട അവസ്ഥ വരികയാണ്. അതാ ഞാൻ പറഞ്ഞത്, അർത്ഥമറിയാതെ സ്തുതിപ്പ് നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല. നീ ആരാധിക്കുമ്പോൾ, നീ വർഷിപ്പ് ചെയ്യുമ്പോൾ നീ ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ ഏറ്റുപറയുന്നവനാണോ അതോ ദൈവത്തെ കുറ്റം പറയുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണോ? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഏറ്റുപറയുന്നവനാണോ? പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ കളിയാക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടുന്നവനാണോ എന്ന് നീ ചിന്തിക്കുക. എന്നിട്ട് നിന്റെ വർഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നീ ചിന്തിക്കുക. അതേപോലെയാണ്, ഇപ്രകാരമാണ് നീ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒന്നും കൂടെ നീ ഓർത്തു വെച്ചുകൊള്ളുക, എത്രമാത്രം നമ്മൾ ഉയർന്നാലും ശരി സഹോദരങ്ങളെ നമ്മൾ താഴെ വീഴും. അതാണ് ഇന്നത്തെ ഓശാന ഞായർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കബർനാമിനെ നോക്കി പറഞ്ഞു, നീ സ്വർഗത്തോളം ഉയർന്നോ, സത്യമായി പറയുന്നു നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. കബർനാമിൽ 2000 വർഷമായി ജനവാസമില്ലാതെ നടക്കുന്നു. ഖൊറാസിനെ നിനക്ക് ദുരിതമെന്ന് പറഞ്ഞു. ഇന്ന് ഖൊറാസിനിൽ ടൂറിസ്റ്റുകൾ പോലും വലുതായിട്ട് പോകാറില്ല. യേശു പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇന്നും അതുപോലെ തരിശു ഭൂമിയായി കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് വീണ്ടും പറയുവാണ്, നീ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത്. നീ ദൈവദൂഷണം പറയുന്നവൻ്റെ കൂടെ നിൽക്കരുത്. ഈ പ്രകാരമൊക്കെ നിന്നിട്ട് കുരുത്തോലയും എടുത്തുകൊണ്ട് നീ റാസയ്ക്ക് പോകുന്നത് പോലെ ഓശാന പാടിയാൽ നിന്റെ ഓശാന ദൈവത്തിന് അത് ഓശാനയായി തോന്നുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബലി ദൈവത്തിന് സ്വീകാര്യവുമല്ല. യേശു ആരാധന
എന്നാൽ ഇന്നത്തെ ദിവസം അനുദപിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് നീ പറയുന്നതെങ്കിൽ അനുഗ്രഹം നിന്റെ മേലിറങ്ങും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, വർഷിപ്പ് ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകളുടെ അർത്ഥമൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ച് കാണാപ്പാടമൊക്കെ പഠിച്ച് നിങ്ങൾ അറിഞ്ഞ് വർഷിപ്പ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞവരെ, കാരണം കർത്താവിന് ശരിയായ വർഷിപ്പ് നടത്തുന്നവരെ തേടി നടക്കുകയാണ്. കാരണം വർഷിപ്പിനെ കർത്താവ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം. ഒബദേദോന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നപ്പോൾ അവർ രാവും പകലും 70 പേരോളം മാറിയും തിരിഞ്ഞും ദൈവത്തിന്റെ സന്നിധിയിൽ പെട്ടകത്തിന്റെ മുമ്പിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ദാവീദ് രാജാവ് വന്ന് പെട്ടകം എടുത്തു പോയി. സോളമൻ രാജാവ് പിന്നീട് എത്രയോ നാളുകൾ കൊണ്ട് ആ ദേവാലയം പണിത് അവസാനം സോളമൻ രാജാവ് പാത്രങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരെ ഇങ്ങനെ വെക്കുകയും എല്ലാം അഭിഷേകം ചെയ്ത് പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനം ഗായിക സംഘത്തെ തെരഞ്ഞെടുത്തു. നല്ല അതിവിദഗ്ധരായി പാടുന്ന ഗായിക സംഘത്തെയൊക്കെ തെരഞ്ഞെടുത്തു. അന്നത്തെ രാത്രിയിൽ ദൈവം സോളമനോട് ദൂതന്മാർ വഴിയായിട്ട് അരുൾ ചെയ്തു, ഒബദേദോമിന്റെ കുടുംബത്തെ നീ പാടാൻ ക്ഷണിക്കണം, അവരെൻ്റെ മുൻപിൽ വന്ന് അവർ പാട്ട് പാടട്ടെ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ്റെ കാലത്ത് ആരാധന നടത്തിയ ഒബദേദോമിന്റെ കുടുംബത്തെ മറക്കാതെ ആ കുടുംബത്തെ സെലക്ട് ചെയ്യാൻ പറഞ്ഞൊരു ദൈവമുണ്ട്. വർഷിപ്പ് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അറിഞ്ഞ് ആത്മസമർപ്പണം ചെയ്ത് വർഷിപ്പ് ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. ആത്മസമർപ്പണം ചെയ്ത് വർഷിപ്പ് ചെയ്താൽ അവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തന്നെ തീരുമാനം എടുക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ വർഷിപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ, അതായത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജാതികളെക്കാൾ കഷ്ടത്തിൽ നടക്കുന്ന സ്വഭാവം ഞാൻ കാണിക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തെ വർഷിപ്പ് ചെയ്യും. തീരുമാനമെടുക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ, ഇന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കൊരു വിടുതൽ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-17 സങ്കീർത്തനം തന്നെ നമുക്ക് ഒന്നുകൂടെ പോകാം. 32:10 പോയേക്കാം. ഒന്ന് ദൈവത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ദൈവത്തിന്റെ ആ വാക്കൊന്ന് കാണാം. അതായത് സങ്കീർത്തനം 32:10 കണ്ടിട്ട് വരാം. നമുക്ക് ദുഷ്ടർ അനുഭവിക്കേണ്ട വായിക്കാം. സങ്കീർത്തനം 32:10 നമ്മളിപ്പോൾ വായിക്കുന്നത്. ജീവനായിട്ട് ആ വചനത്തെ ഒന്ന് സ്വീകരിച്ച നിങ്ങൾ വായിക്കേ. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. അനുഭവിക്കേണ്ട വേദന, നീ ദുഷ്ടത കാണിച്ചാൽ നീ അനുഭവിക്കേണ്ട വേദന കൂടിക്കൊണ്ടേയിരിക്കും. കുറയുമെന്ന് നീ വിചാരിക്കരുത്. നീ ദുഷ്ടത കൂട്ടുവാണെങ്കിൽ, നിന്റെ ഹൃദയം ദുഷ്ടതയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ സഹനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറയത്തില്ല, അത് താഴോട്ട് പോകത്തില്ല, സഹനം കൂടും. നിന്റെ പ്രത്യാശ മൊത്തം നശിക്കും. നിന്റെ പ്രത്യാശ, നീ സ്വപ്നം കണ്ടത് മൊത്തം അസ്തമിക്കും. സഹനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ, ശ്രദ്ധിക്കണമേ, ഏറ്റവും വലിയ ദുഷ്ടത ഏത്? സമയം ഇട്ടാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് എതിര് നിൽക്കുക. ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് നീ എതിരായി നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് നീ എതിരായി നിൽക്കുക. ഇത് ചെയ്യുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, അസൂയ കൊണ്ടോ പക്ഷം ചേർന്നുകൊണ്ടോ വിഭാഗീയ ചിന്ത കൊണ്ടോ ഏത് തലത്തിലൂടെ ആയാലും പ്രാർത്ഥനയ്ക്ക് നീ എതിര് നിന്നിട്ടുണ്ടോ? നീ കാണിച്ചിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടത അതാണ്. ആദ്യം അത് പരിഹരിക്കപ്പെടാതെ നിന്റെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കത്തില്ല. ആദ്യം അതിനെ ഓർത്ത് അനുദപിക്കാതെ നിന്റെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് വചനത്തിൽ പറയുവാണ്, കഷ്ടത ദൈവം അനുവദിക്കും. ദൈവ പൈതലെ, കഷ്ടത ദൈവം അനുവദിക്കും. എന്നാൽ പിശാച് കൊണ്ട് തരുന്ന കഷ്ടതയുണ്ട്, നിന്റെ പാപം മൂലം വരുന്ന കഷ്ടതയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിനെ നീ തിരിച്ചറിഞ്ഞാൽ പാപം മൂലം വരുന്ന കഷ്ടത എടുത്തെറിയാൻ ദൈവം തയ്യാറാണ്.
പിശാച് കൊണ്ട് തന്ന കഷ്ടത എടുത്തെറിയാൻ ദൈവം തയ്യാറാണ്. സകലങ്ങളെ എടുത്തെറിയാൻ ദൈവം തയ്യാറാണ്. എന്നിട്ട് അത്യുന്നതന്റെ സ്നേഹം നിന്നെ പൊതിയ, അത്യുന്നതന്റെ സ്നേഹ വലയം നിന്നെ പൊതിഞ്ഞു കവിയ, നിന്നെ അനുഗ്രഹിക്കുക. കഴിഞ്ഞ വർഷം നീ പറഞ്ഞതുപോലെയോ ഈ വർഷം പറഞ്ഞതുപോലെ ആയിരിക്കത്തില്ല. അടുത്ത വർഷം തുള്ളിച്ചാടി നൃത്തമാടി നീ പറയാ, അനുഗ്രഹം പ്രാപിച്ചേ. ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.